ഹലോ, എല്ലാവർക്കും SCIT സമഗ്രയിലേക്ക് സ്വാഗതം. ഇന്നത്തെ PYQ സെക്ഷനിൽ ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 79/2025 നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് നടന്ന ഒരു പ്രധാന സംഭവം ഏതാണ്? വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് നടന്ന ഒരു പ്രധാന സംഭവമാണ്, ഓപ്ഷൻ വായിക്കണ്ടല്ലോ, ആൻസർ വായിക്കാം, സവർണ ജാഥ കേട്ടോ. സവർണ ജാഥയാണ് വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് നടന്ന ഒരു പ്രധാന സംഭവമാണ് സവർണ ജാഥ. 10+2+3 എന്ന വിദ്യാഭ്യാസ രീതി കൊണ്ടുവന്നത് ഏത് കമ്മീഷനാ? 10+2+3 എന്ന വിദ്യാഭ്യാസ രീതി കൊണ്ടുവന്നത് ഡോക്ടർ DS കോത്താരി കമ്മീഷനാണ്. ഡോക്ടർ DS കോത്താരി കമ്മീഷനാണ് 10+2+3 എന്ന വിദ്യാഭ്യാസ രീതി കൊണ്ടുവന്നത്. ഗാന്ധിജി ചമ്പാരൻ സത്യാഗ്രഹം നടത്തിയ വർഷം ഏത് വർഷമാണ്? ഗാന്ധിജി ചമ്പാരൻ സത്യാഗ്രഹം നടത്തിയ വർഷം 1917 ചമ്പാരൻ സത്യാഗ്രഹം നടത്തിയത്. പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്ന മുദ്രാവാക്യത്തിന് രൂപം നൽകിയതാരാ? പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്ന മുദ്രാവാക്യത്തിന് രൂപം നൽകിയത് ജെയിംസ് ഓട്ടീസ് ആണ് പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്ന മുദ്രാവാക്യത്തിന് രൂപം നൽകിയത്. കറുപ്പ് വ്യാപാരവും തുറന്ന വാതിൽ നയവും ഏത് വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? കറുപ്പ് വ്യാപാരവും തുറന്ന വാതിൽ നയവും ഏത് വിപ്ലവമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ചൈനീസ് വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. കറുപ്പ് വ്യാപാരവും തുറന്ന വാതിൽ നയവും ചൈനീസ് വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഐക്യരാഷ്ട്രസഭയുടെ ഇപ്പോഴത്തെ സെക്രട്ടറി ജനറൽ ആരാ? ഐക്യരാഷ്ട്രസഭയുടെ ഇപ്പോഴത്തെ സെക്രട്ടറി ജനറലാണ് ആന്റോണിയോ ഗുട്ടറസ്. ആന്റോണിയോ ഗുട്ടറസ് ആണ് ഐക്യരാഷ്ട്രസഭയുടെ ഇപ്പോഴത്തെ സെക്രട്ടറി ജനറലാണ് ആന്റോണിയോ ഗുട്ടറസ്. തെക്കേ അമേരിക്കക്കും പസഫിക് ഫലകത്തിനും ഇടയിൽ കാണുന്ന ചെറിയ ഫലകമാണ് ഏതാ? തെക്കേ അമേരിക്കക്കും പസഫിക് ഫലകത്തിനും ഇടയിൽ കാണുന്ന ചെറിയ ഫലകം ഏതാണ്? ഓപ്ഷൻ വായിക്കാം, കോക്കോസ്, ഫിലിപ്പൈന്, പസഫിക്, നാസ്ക. ഇതിൽ ഏതാ ആൻസർ വരുന്നത്? നാസ്ക കേട്ടോ. തെക്കേ അമേരിക്കക്കും പസഫിക് ഫലകത്തിനും ഇടയിൽ കാണുന്ന ചെറിയ ഫലകമാണ് നാസ്കയാണ്. പർവ്വതനിരകളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന മണിപ്പൂരിലെ ഏറ്റവും വലിയ തടാകം ഏതാണ്? പർവ്വതനിരകളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന മണിപ്പൂരിലെ ഏറ്റവും വലിയ തടാകമാണ് ലോക്തക് തടാകം. ഏതാണ്? ലോക്തക് തടാകം. ഉപോഷ്ണ ഗുരുമർദ്ദ മേഖലയിൽ നിന്നും ഉപദ്രവീയ നിമ്നമർദ്ദ മേഖലയിലേക്ക് വീശുന്ന കാറ്റ് ഏതാ? ഉപോഷ്ണ ഗുരുമർദ്ദ മേഖലയിൽ നിന്നും ഉപദ്രവീയ നിമ്നമർദ്ദ മേഖലയിലേക്ക് വീശുന്ന കാറ്റാണ് പശ്ചിമവാതങ്ങൾ കേട്ടോ. ഉപോഷ്ണ ഗുരുമർദ്ദ മേഖലയിൽ നിന്നും ഉപദ്രവീയ നിമ്നമർദ്ദ മേഖലയിൽ വീശുന്ന കാറ്റ് തന്നെ ഉപദ്രവീയ നിമ്നമർദ്ദ മേഖലയിലേക്ക് വീശുന്ന കാറ്റാണ് പശ്ചിമവാതങ്ങളാണ്. പ്രാഥമിക ശിലകൾ എന്നറിയപ്പെടുന്നത് ഏതാണ്? പ്രാഥമിക ശിലകൾ എന്നറിയപ്പെടുന്നത് ആഗ്നേയശിലകളാണ്. പ്രാഥമിക ശിലകൾ എന്നറിയപ്പെടുന്നത് ആഗ്നേയശിലകളാണ്. കേരളത്തിലെ ചീനക്കളിമണ്ണിന് പ്രസിദ്ധമായ സ്ഥലം ഏതാ? കേരളത്തിലെ കളിമണ്ണിന് പ്രസിദ്ധമായ സ്ഥലമാണ് കുണ്ടറ. ഏതാണ്? കുണ്ടറയാണ് ചീനക്കളിമണ്ണിന് പ്രസിദ്ധമായ സ്ഥലം. ദേശീയ കാർഷിക ഗ്രാമീണ വികസന ബാങ്ക് നിലവിൽ വന്ന വർഷം ഏതാ? ദേശീയ കാർഷിക ഗ്രാമീണ വികസന ബാങ്ക് നിലവിൽ വന്ന വർഷം അതേത് ബാങ്കാ? അതാണ് നബാർഡ് കേട്ടോ. നബാർഡ് നിലവിൽ വന്ന വർഷമാണ് 1982. 1982 ദേശീയ കാർഷിക ഗ്രാമീണ വികസന ബാങ്ക് നിലവിൽ വന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ധവള വിപ്ലവം ഏതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ധവള വിപ്ലവം ആൻസർ ക്ഷീരോത്പാദനവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ക്ഷീരോത്പാദനവുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ് ധവള വിപ്ലവം. ഇന്ത്യയിലെ ആദ്യത്തെ ബാങ്ക് ദേശസാൽക്കരണം നടന്നത് ഏത് പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ്? ഇന്ത്യയിലെ ആദ്യത്തെ ബാങ്ക് ദേശസാൽക്കരണം നടന്നത് ഏത് പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ്? 4ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ് ഇന്ത്യയിലെ ആദ്യത്തെ ബാങ്ക് ദേശസാൽക്കരണം നടന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, നീതി ആയോഗിന്റെ എക്സ് ഒഫീഷ്യോ ചെയർപേഴ്സൺ ആരാണ്? നീതി ആയോഗിന്റെ എക്സ് ഒഫീഷ്യോ ചെയർപേഴ്സൺ ആരാണ്? 1 മിനിറ്റ്. പ്രധാനമന്ത്രിയാണ് നീതി ആയോഗിന്റെ എക്സ് ഒഫീഷ്യോ ചെയർപേഴ്സൺ. പ്രധാനമന്ത്രിയാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, 1991 ഉദാരവൽക്കരണ നയങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണെന്ന്? 1991 ഉദാരവൽക്കരണ നയങ്ങളിൽ ഉൾപ്പെടാത്തത് ഓപ്ഷൻ വായിക്കാം, ഇറക്കുമതിയിലും കയറ്റുമതിയിലുമുള്ള അളവുപരമായ നിയന്ത്രണങ്ങൾ ഇല്ലാതാക്കുക. 1991 ഉദാരവൽക്കരണ നയങ്ങളിൽ ഉൾപ്പെടാത്തതാണ് ക്വസ്റ്റ്യന്. ഫസ്റ്റ് ഓപ്ഷനാണ് ഇറക്കുമതിയിലും കയറ്റുമതിയിലും അളവുപരമായ നിയന്ത്രണങ്ങൾ ഇല്ലാതാക്കുക. വ്യവസായ മേഖലയിൽ നിയന്ത്രണങ്ങൾ നീക്കുക. ഇതൊക്കെ ഉദാരവൽക്കരണ നയങ്ങളിൽ ഉൾപ്പെട്ടതാണ്. ഇനി പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഓഹരികൾ ഭാഗികമായിട്ട് സ്വകാര്യ മേഖലയ്ക്ക് വിൽക്കുക. അത് ഇതിൽ ഉദാരവൽക്കരണത്തിലാണോ? അല്ല, അത് പ്രൈവറ്റൈസേഷനിൽ ഉൾപ്പെട്ടതാണ്. ഓക്കെ, അപ്പോൾ അത് ആ ഓപ്ഷനാണ് അതിൽ ഉൾപ്പെടാത്തത്. 4ാമത്തേതാണ് വിദേശ കറൻസിയുമായി താരതമ്യം ചെയ്ത് ഇന്ത്യൻ കറൻസിയുടെ മൂല്യം കുറക്കുക. ഇതൊക്കെ ലിബറലൈസേഷൻ അല്ലെങ്കിൽ ഉദാരവൽക്കരണത്തിൽ ഉൾപ്പെട്ടതാണ്. ഇറക്കുമതിയിലും കയറ്റുമതിയിലുമുള്ള അളവുപരമായ നിയന്ത്രണങ്ങൾ ഇല്ലാതാക്കുക, വ്യവസായ മേഖലയിലെ നിയന്ത്രണങ്ങൾ നീക്കുക, വിദേശ കറൻസിയുമായി താരതമ്യം ചെയ്ത് ഇന്ത്യൻ കറൻസിയുടെ മൂല്യം കുറക്കുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, RBIയുടെ ഗവർണർ ആരാ? ഇപ്പോഴത്തെ RBIയുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവർണറാണ് സഞ്ജയ് മൽഹോത്ര. എത്രാമത്തെ ഗവർണറാണ്? 26ാമത്തെ ഗവർണറാണ് സഞ്ജയ് മൽഹോത്ര.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 2024 ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കിൽ 69ാമത്തെ അംഗമായ രാജ്യം ഏതാണ്? ഏഷ്യൻ ADB, അതായത് ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കിൽ 69ാമത്തെ അംഗമായ രാജ്യമാണ് ഇസ്രായേൽ കേട്ടോ. 69ാമത്തെ അംഗമായ രാജ്യമാണ് ഇസ്രായേലാണ്. ഇന്ത്യയിൽ പഞ്ചായത്ത് രാജിനെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ ഏതാണെന്ന്? ഇന്ത്യയിലെ പഞ്ചായത്ത് രാജിനെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ നോക്കാം. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്, പഞ്ചായത്ത് രാജ് വ്യവസ്ഥ ഇന്ത്യയിൽ നിലവിൽ വന്നത് 73ാം ഭരണഘടനാ ഭേദഗതി അനുസരിച്ചാണ്. പഞ്ചായത്ത് രാജ് വ്യവസ്ഥ ഇന്ത്യയിൽ നിലവിൽ വന്നത് 73ാം ഭരണഘടനാ ഭേദഗതി അനുസരിച്ചാണ്. ആ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ആണ്, പഞ്ചായത്ത് രാജിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടന ആർട്ടിക്കിൾ 40 ആണ്. ആർട്ടിക്കിൾ 40 ആണ്, പാർട്ട് 4ലാണ് വരുന്നത്. ആ സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്. പഞ്ചായത്ത് രാജിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടന ആർട്ടിക്കിൾ 40 ആണ്. ഇനി മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ആണ്, പഞ്ചായത്ത് രാജ് ദിനം ആയി ആചരിക്കുന്നത് August 24 ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. August 24 അല്ല, April 24 പഞ്ചായത്ത് രാജ് ദിനമായിട്ട് ആചരിക്കുന്നത്. April 24 ഇന്ത്യയിലെ പഞ്ചായത്ത് രാജിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ബൽവന്ത് റായ് മേത്തയാണ്. കറക്റ്റ് ആണ് ആ സ്റ്റേറ്റ്മെന്റ്. അപ്പൊ ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതൊക്കെയാണ്? പഞ്ചായത്ത് രാജ് വ്യവസ്ഥ ഇന്ത്യയിൽ നിലവിൽ വന്നത് 73ാം ഭരണഘടനാ ഭേദഗതി അനുസരിച്ചാണ്. പഞ്ചായത്ത് രാജിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടന ആർട്ടിക്കിൾ 40 ആണ്. പഞ്ചായത്ത് രാജ് ദിനമായിട്ട് ആചരിക്കുന്നത് August 24 അല്ല, April 24 ഇന്ത്യയിൽ പഞ്ചായത്ത് രാജിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ബൽവന്ത് റായ് മേത്തയാണ്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടനയുടെ സുവർണ്ണ ത്രികോണം എന്നറിയപ്പെടുന്ന 3 ആർട്ടിക്കിളുകൾ ഏതൊക്കെയാണ്? ഇന്ത്യൻ ഭരണഘടനയുടെ സുവർണ്ണ ത്രികോണം എന്നറിയപ്പെടുന്ന 3 ആർട്ടിക്കിളുകളാണ് ആർട്ടിക്കിൾ 14, 19, 21. ഏതൊക്കെയാണ്? ആർട്ടിക്കിൾ 14 ഉണ്ട്, ആർട്ടിക്കിൾ 19, ആർട്ടിക്കിൾ 21 ആണ് ഇന്ത്യൻ ഭരണഘടനയുടെ സുവർണ്ണ ത്രികോണം എന്നറിയപ്പെടുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്നവർ ഗവൺമെന്റിന്റെ അവശിഷ്ട അധികാരത്തിൽ പെടുത്താവുന്നത് ഏതാണെന്ന്? ഗവൺമെന്റിന്റെ അവശിഷ്ട അധികാരത്തിൽ ഉൾപ്പെടുത്താവുന്നത് ഏതാണെന്ന്? ഓപ്ഷൻ വായിക്കാം. രാജ്യരക്ഷ, ആണവ ഗവേഷണം, സൈബർ നിയമങ്ങൾ, തീർത്ഥാടനം. ഇതിലേതാ ആൻസർ വരുന്നത്? സൈബർ നിയമങ്ങൾ കേട്ടോ. സൈബർ നിയമങ്ങളാണ് ഗവൺമെന്റിന്റെ അവശിഷ്ട അധികാരത്തിൽ ഉൾപ്പെടുത്താവുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ ഭരണഘടന നിർമ്മാണ സമിതിയിൽ ഉണ്ടായിരുന്ന ഏക ദളിത് വനിത ആരാണെന്ന്? ഇന്ത്യന്റെ ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ ഉണ്ടായിരുന്ന ഏക ദളിത് വനിത ആരാണ്? അത് ദാക്ഷായണി വേലായുധൻ. ദാക്ഷായണി വേലായുധനാണ് ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ ഉണ്ടായിരുന്ന ഏക ദളിത് വനിതയാണ് ദാക്ഷായണി. ദളിത് വനിതയാണ് ദാക്ഷായണി വേലായുധൻ. ഇന്ത്യയിലെ ഒരു വ്യക്തിക്ക്, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഇന്ത്യയിലെ ഒരു വ്യക്തിക്ക് പൗരത്വം നഷ്ടമാകുന്ന 3 രീതികൾ എന്തൊക്കെയാണെന്ന്? ഇന്ത്യയിലെ ഒരു വ്യക്തിക്ക് പൗരത്വം നഷ്ടമാകുന്ന 3 രീതികളാണ് പരിത്യാഗം, പൗരത്വ അപഹാരം, പിന്നെ നിർത്തലാക്കൽ അല്ലെങ്കിൽ ടെർമിനേഷൻ. പരിത്യാഗം വഴി എന്താ പറയാ, പൗരത്വം നഷ്ടമാകാം. പരിത്യാഗം, പൗരത്വ അപഹാരം, നിർത്തലാക്കൽ കേട്ടോ. പരിത്യാഗം, പൗരത്വ അപഹാരം ആൻഡ് നിർത്തലാക്കൽ. ഈ 3 മെത്തേഡ് വഴിയാണ് ഒരു വ്യക്തിക്ക് പൗരത്വം നഷ്ടമാകുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ചെസ് ചാമ്പ്യൻ എന്ന പദവി അടുത്തിടെ കരസ്ഥമാക്കിയതാരാ? ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ചെസ് ചാമ്പ്യൻ ആണെങ്കിൽ ഡി ഗൂഗേഷ് കേട്ടോ. ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ചെസ് ചാമ്പ്യൻ ആണ് ഡി ഗൂഗേഷ് ആണ്. ഇന്ത്യയുടെ ഇപ്പോഴത്തെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആരാ? ഇന്ത്യയുടെ ഇപ്പോഴത്തെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആരാ? ഗ്യാനേഷ് കുമാർ കേട്ടോ. ഇന്ത്യയുടെ ഇപ്പോഴത്തെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആണ് ആരാണ്? ഗ്യാനേഷ് കുമാർ ആണ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആണ് ഗ്യാനേഷ് കുമാർ. കേരളത്തിലെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുള്ള അംഗങ്ങൾക്ക് നിലവിൽ നൽകുന്ന ക്ഷേമ പെൻഷൻ എത്ര രൂപയാണ്? ക്ഷേമ പെൻഷൻ 1600 രൂപയാണ്. കേരളത്തിലെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുള്ള അംഗങ്ങൾക്ക് നൽകുന്ന ക്ഷേമ പെൻഷനാണ് 1600 രൂപ. പക്ഷെ അതിപ്പോ വീണ്ടും മാറ്റിയിട്ടുണ്ട്. എത്രയാണ്? 2000 രൂപയ്ക്ക് തീരുമാനിച്ചിട്ടുണ്ട്. ഇപ്പൊ നിലവിൽ 1600 രൂപയാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ പറയുന്ന പ്രസ്താവനകളിൽ കിഫ്ബിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതാണെന്ന്? പ്രസ്താവന പറയാം. കേരള സംസ്ഥാനത്തിന്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിനായിട്ട് പണം സംഭരിക്കാനുള്ള ഒരു സംവിധാനമാണ് കിഫ്ബി. ആ സ്റ്റേറ്റ്മെന്റ് ശരിയാണോ തെറ്റാണോ? കേരള സംസ്ഥാനത്തിന്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിനായിട്ട് പണം സംഭരിക്കാനുള്ള ഒരു സംവിധാനമാണ് കിഫ്ബി. ആ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ആണ്, സംസ്ഥാന ധനകാര്യ വകുപ്പ് മന്ത്രിയാണ് കിഫ്ബിയുടെ ചെയർമാൻ. ആ സ്റ്റേറ്റ്മെന്റോ? അത് തെറ്റാണ്. കിഫ്ബിയുടെ ചെയർമാൻ പിണറായി വിജയനാണ്. മുഖ്യമന്ത്രിയാണ് കിഫ്ബിയുടെ ചെയർമാൻ. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ആണ്, നിലവിൽ ചീഫ് സെക്രട്ടറിയായ ശ്രീമതി ശാരദ മുരളീധരനാണ് കിഫ്ബിയുടെ CEO. ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. എബ്രഹാം ആണ്, KM എബ്രഹാം ആണ് കിഫ്ബിയുടെ CEO ആരാണ്? എബ്രഹാം ആണ്. കിഫ്ബിയുടെ ചെയർമാന് മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. കിഫ്ബി എന്നുള്ളത് കേരള സംസ്ഥാനത്തിന്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിനായിട്ട് പണം സംഭരിക്കാനുള്ള ഒരു സംവിധാനമാണ് കിഫ്ബി. ഓക്കെ അല്ലേ? ഫസ്റ്റ് ഓപ്ഷൻ മാത്രം ശരിയായിട്ടുള്ളത്, 2, 3 തെറ്റാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, 2005 വിവരാവകാശ നിയമപ്രകാരം വിവരം നൽകുന്നതിനായിട്ട് വിവരാവകാശ അപേക്ഷ നൽകുമ്പോൾ ദാരിദ്ര്യരേഖയ്ക്ക് താഴെ, അതായത് BPL താഴെ ഉൾപ്പെടുന്ന വിഭാഗങ്ങളിലെ വ്യക്തികൾക്ക് എത്ര രൂപയാണ് ഫീസായി നൽകണം? താഴെ ഉൾപ്പെടുന്ന വിഭാഗങ്ങളിലെ വ്യക്തികൾ എത്ര രൂപ ഫീസായിട്ട് നൽകണം? ഫീസ് ഇല്ല കേട്ടോ, ഫീസ് ഇല്ല. 2005 വിവരാവകാശ നിയമപ്രകാരം വിവരം നൽകുന്നതിനായിട്ട് വിവരാവകാശ അപേക്ഷ നൽകുമ്പോൾ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള വ്യക്തികൾക്ക് ഫീസ് ഇല്ല.
സംസ്ഥാന തണ്ണീർത്തട അതോറിറ്റി കേരളയുടെ ചെയർമാൻ ആരാണ്? സംസ്ഥാന തണ്ണീർത്തട അതോറിറ്റി കേരളയുടെ ചെയർമാനാണ് മുഖ്യമന്ത്രി കേട്ടോ. സംസ്ഥാന തണ്ണീർത്തട അതോറിറ്റി ഓഫ് കേരളയുടെ ചെയർമാൻ ആരാണ്? മുഖ്യമന്ത്രിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ പറയുന്ന പ്രസ്താവനകളിൽ കേരള സംസ്ഥാന ആസൂത്രണ ബോർഡുമായിട്ട് ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതാണെന്ന്? സംസ്ഥാന തലത്തിൽ ഏതിന്റെ ക്വസ്റ്റ്യൻ മനസ്സിലായോ? കേരള സംസ്ഥാന ആസൂത്രണ ബോർഡുമായി ബന്ധപ്പെട്ടുള്ള ശരിയായ പ്രസ്താവനകളെ. സംസ്ഥാന തലത്തിലെ സമഗ്രമായ ആസൂത്രണം നടപ്പിൽ വരുത്തുന്നതിന്റെ ഭാഗമായിട്ട് കേരളത്തിൽ 1967 രൂപം നൽകിയതാണ് കേരള സംസ്ഥാന ആസൂത്രണ ബോർഡ്. കറക്റ്റ് ആണ്. ഏത് വർഷമാണ്? 1967 കേരള സംസ്ഥാന ആസൂത്രണ ബോർഡ് രൂപം നൽകിയത്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ആണ്, സാമ്പത്തിക ആസൂത്രണ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരാളെ ആസൂത്രണ ബോർഡിന്റെ അധ്യക്ഷനായി നിയമിക്കുന്നു. സാമ്പത്തിക ആസൂത്രണ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരാളെ ആസൂത്രണ ബോർഡിന്റെ അധ്യക്ഷനായിട്ട് നിയമിക്കുന്നു. ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. മുഖ്യമന്ത്രി ആയിരിക്കും ആസൂത്രണ ബോർഡിന്റെ അധ്യക്ഷനായിരുന്ന മുഖ്യമന്ത്രിയാണ്. ഈ സാമ്പത്തിക ആസൂത്രണ മേഖലയുമായി ബന്ധപ്പെട്ട വ്യക്തികളെ അതിലെ മെമ്പർമാരായിട്ടാണ് നിയമിക്കുന്നത് കേട്ടോ. അപ്പൊ രണ്ടാമത്തെ ഓപ്ഷൻ തെറ്റാണ്. അധ്യക്ഷനാരാണ്? മുഖ്യമന്ത്രി ആയിരിക്കും. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, ആസൂത്രണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുന്നതിന് മുന്നോടിയായിട്ട് എല്ലാ വർഷവും ബജറ്റ് അവതരണത്തിന് മുൻപ് സംസ്ഥാന നിയമസഭയിൽ സമർപ്പിക്കുന്ന രേഖയാണ് കേരള എക്കണോമിക് റിവ്യൂ. ആ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. ആസൂത്രണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുന്നതിന് മുന്നോടിയായിട്ട് എല്ലാ വർഷവും ബജറ്റ് അവതരണത്തിന് മുൻപ് സംസ്ഥാന നിയമസഭയിൽ സമർപ്പിക്കുന്ന രേഖയാണ് കേരള എക്കണോമിക് റിവ്യൂ കേട്ടോ. എന്താണ്? കേരള എക്കണോമിക് റിവ്യൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, 2021 നിലവിൽ വന്നത് എത്രാമത്തെ കേരള നിയമസഭയാണ്? 15ാമത്തെ കേരള നിയമസഭയാണ് 2021 നിലവിൽ വന്നത് കേട്ടോ. കേരളത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴിയുള്ള മുഴുവൻ സേവനങ്ങളും ഓൺലൈനായി ലഭ്യമാക്കുന്നതിനായിട്ട് തദ്ദേശ സ്വയംഭരണ വകുപ്പിന് വേണ്ടിയിട്ട് ഇൻഫർമേഷൻ കേരള മിഷൻ വികസിപ്പിച്ച ആപ്ലിക്കേഷൻ ഏതാ? ഇൻഫർമേഷൻ കേരള മിഷൻ വികസിപ്പിച്ച ആപ്ലിക്കേഷനാണ് കെ സ്മാർട്ട് കേട്ടോ. എന്താണ്? കെ സ്മാർട്ട്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴിയുള്ള മുഴുവൻ സേവനങ്ങളും ഓൺലൈനിൽ ലഭ്യമാക്കുന്ന തദ്ദേശ സ്വയംഭരണ വകുപ്പിന് വേണ്ടിയിട്ട് ഇൻഫർമേഷൻ കേരള മിഷൻ വികസിപ്പിച്ച ആപ്ലിക്കേഷനാണ് കെ സ്മാർട്ട്. ഒരു പാരിസ്ഥിതിക സമൂഹത്തിന്റെ പ്രവർത്തനത്തെയും വൈവിധ്യത്തെയും ബാധിക്കുന്ന ഒരു പ്രത്യേക ജീവിയുടെ, അതായത് സ്പീഷീസിന്റെ നഷ്ടം ആ ഒരു ആവാസ വ്യവസ്ഥ ജീർണിക്കാൻ കാരണമായേക്കും എന്ന് വിശദീകരിക്കുന്ന സിദ്ധാന്തം ഏതാണെന്ന്? ഒരു പാരിസ്ഥിതിക സമൂഹത്തിന്റെ പ്രവർത്തനത്തെയും വൈവിധ്യത്തെയും ബാധിക്കുന്ന ഒരു പ്രത്യേക ജീവിയുടെ നഷ്ടം ഒരു ആവാസ വ്യവസ്ഥ ജീർണിക്കാൻ കാരണമായേക്കും എന്ന് വിശദീകരിക്കുന്ന സിദ്ധാന്തമാണ് റിവറ്റ് പോപ്പർ സിദ്ധാന്തം. എന്താ പേര്? റിവറ്റ് പോപ്പർ സിദ്ധാന്തം. ഓക്കെ ആണോ? ഒരു പാരിസ്ഥിതിക സമൂഹത്തിന്റെ പ്രവർത്തനത്തെയും വൈവിധ്യത്തെയും ബാധിക്കുന്ന ഒരു പ്രത്യേക ജീവിയുടെ നഷ്ടം ആ ഒരു ആവാസ വ്യവസ്ഥ ജീർണിക്കാൻ കാരണമായേക്കും എന്ന് വിശദീകരിക്കുന്ന സിദ്ധാന്തത്തിന്റെ പേരെന്താണ്? റിവറ്റ് പോപ്പർ സിദ്ധാന്തം. റിവറ്റ് പോപ്പർ സിദ്ധാന്തം. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, HIV അണുബാധയെ നിയന്ത്രിക്കുന്നതിനോ തടയുന്നതിനുമായിട്ട് വികസിപ്പിച്ചെടുത്ത ചികിത്സാ രീതി താഴെ പറയുന്നതിൽ ഏതാണെന്ന്? HIV അണുബാധയെ നിയന്ത്രിക്കുന്നതും തടയുന്നതിനുമായിട്ട് വികസിപ്പിച്ചെടുത്ത ചികിത്സാ രീതിയാണ് ആന്റി റിട്രോവൈറൽ തെറാപ്പി. ആന്റി റിട്രോവൈറൽ തെറാപ്പിയാണ്. സ്കൂൾ വിദ്യാർത്ഥികളിൽ ലഹരി ഉപയോഗം തടയുന്നതിനായിട്ട് സംസ്ഥാന എക്സൈസ് വകുപ്പിന്റെ പദ്ധതിയുടെ പേരെന്താ? ആ പദ്ധതിയുടെ പേരാണ് ഉണർവ് കേട്ടോ. ഏതാണ്? ഉണർവ്. ശ്രദ്ധിക്കണേ, നേർവഴി, കൂട്ട്, ഉഷസൊക്കെ ഓപ്ഷനിലുണ്ട്. സ്കൂൾ വിദ്യാർത്ഥികളെ ലഹരി ഉപയോഗം തടയുന്നതിനായിട്ട് സംസ്ഥാന എക്സൈസ് വകുപ്പിന്റെ പദ്ധതിയുടെ പേരാണ് ഉണർവ് കേട്ടോ. അതിന്റെ പേരാണ് ഉണർവ്. ഫംഗസിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്ന രോഗപ്രതിരോധ മരുന്ന്, അതായത് ഇമ്മ്യൂണോ സപ്രസീവ് ഏജന്റ് താഴെ പറയുന്നവരിൽ ഏതാണെന്ന്? ഫംഗസിൽ നിന്ന് വേർതിരിച്ചെടുക്കാവുന്ന രോഗപ്രതിരോധ മരുന്ന് താഴെ പറയുന്നവരിൽ ഏതാണ്? സൈക്ലോസ്പോറിൻ എ ആട്ടോ. ആൻസർ ഏതാണ്? സൈക്ലോസ്പോറിൻ എ ആണ് ഫംഗസിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്ന രോഗപ്രതിരോധ മരുന്ന് കേട്ടോ. രോഗപ്രതിരോധ മരുന്നിന്റെ പേരെന്താണ്? സൈക്ലോസ്പോറിൻ എ. ബാക്ടീരിയകളെ വിഴുങ്ങി നശിപ്പിക്കുന്ന ശ്വേതരക്താണു താഴെ പറയുന്നതിൽ ഏതൊക്കെയാണ്? ബാക്ടീരിയകളെ വിഴുങ്ങി നശിപ്പിക്കുന്ന, അതായത് ഫാഗോസൈറ്റോസിസ് ശ്വേതരക്താണുക്കൾ ഏതൊക്കെയാണ്? ന്യൂട്രോഫിൽ, മോണോസൈറ്റ്, മാക്രോഫേജസ്. ഏതൊക്കെയാണ്? ന്യൂട്രോഫിൽ, മോണോസൈറ്റ്, മാക്രോഫേജസ് ആണ് ബാക്ടീരിയകളെ വിഴുങ്ങി നശിപ്പിക്കുന്ന ശ്വേതരക്താണുക്കളാണ്. മോണോസൈറ്റ്, ന്യൂട്രോഫിൽ ആൻഡ് മാക്രോഫേജസ്. കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ വന്യജീവി സങ്കേതം ഏതാ? കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ വന്യജീവി സങ്കേതമാണ് കരിമ്പുഴ. കരിമ്പുഴയാണ് കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ വന്യജീവി സങ്കേതം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ആട്ടിടയന്മാരുടെ താഴ്വര, വാലി ഓഫ് ഷെഫേർഡ് എന്ന പേരിൽ അറിയപ്പെടുന്ന സ്ഥലം ഏതാണ്? ആട്ടിടയന്മാരുടെ താഴ്വര എന്നറിയപ്പെടുന്ന സ്ഥലമാണ് പഹൽഗാം. ആട്ടിടയന്മാരുടെ താഴ്വര എന്ന പേരിൽ അറിയപ്പെടുന്ന സ്ഥലം ഏതാണ്? പഹൽഗാമാണ്. സൂര്യപ്രകാശം അന്തരീക്ഷത്തിലൂടെ കടന്നു വരുമ്പോൾ ഏറ്റവും കൂടുതൽ വിസരണം സംഭവിക്കുന്ന പ്രകാശവർണ്ണം ഏതാ? സൂര്യപ്രകാശം അന്തരീക്ഷത്തിലൂടെ കടന്നു വരുമ്പോൾ ഏറ്റവും കൂടുതൽ വിസരണം സംഭവിക്കുന്ന പ്രകാശവർണ്ണമാണ് വയലറ്റ് കേട്ടോ. ഏതാണ്? വയലറ്റ്. ഒരു വസ്തുവിനെ തിരശ്ചീന ദിശയിൽ തറയിലൂടെ ചലിപ്പിക്കുമ്പോൾ ചെയ്യുന്ന പ്രവൃത്തി ഏത് ബലത്തിനെതിരെയാണ്? ഒരു വസ്തുവിനെ തിരശ്ചീന ദിശയിലൂടെ
തറയിലൂടെ ചലിപ്പിക്കുമ്പോൾ ചെയ്യുന്ന പ്രവൃത്തി ഏത് ബലത്തിന് എതിരാണ്? ആൻസർ ഘർഷണ ബലം. ഒരു വസ്തുവിനെ തിരശ്ചീന ദിശയിൽ തറയിലൂടെ ചലിപ്പിക്കുമ്പോൾ ചെയ്യുന്ന പ്രവൃത്തി ഏത് ബലത്തിനെതിരെയാണെന്ന് വെച്ചാൽ അത് ഘർഷണ ബലം കേട്ടോ. ഘർഷണ ബലത്തിനെതിരെയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ശബ്ദം പരമാവധി വേഗതയിൽ സഞ്ചരിക്കുന്ന മാധ്യമം ഏതാണെന്ന്? ശബ്ദം പരമാവധി വേഗതയിൽ സഞ്ചരിക്കുന്ന മാധ്യമം ഏതാ? ഖരമാധ്യമം കേട്ടോ. ശബ്ദം പരമാവധി വേഗതയിൽ സഞ്ചരിക്കുന്ന മാധ്യമം ഏതാണ്? ഖരത്തിലൂടെയാണ് മാക്സിമം സ്പീഡിലൂടെ ശബ്ദം സഞ്ചരിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2025 നവംബർ മാസത്തിൽ നടക്കുന്ന G20 ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഏതാണ്? 2025 G20 ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം സൗത്ത് ആഫ്രിക്കയിലെ ജോഹന്നാസ്ബർഗ് ആണ്. 2026 G20 ഉച്ചകോടിയുടെ വേദി യുഎസിലെ മിയാമിയാണ് 2026 G20 ഉച്ചകോടിയുടെ വേദി. 2025 G20 ഉച്ചകോടിയുടെ വേദിയാണ് സൗത്ത് ആഫ്രിക്കയിലെ ജോഹന്നാസ്ബർഗ്. ഓപ്പറേഷൻ സിന്ദൂറിൽ പാകിസ്ഥാനിൽ നിന്നുള്ള ഡ്രോൺ മിസൈൽ ആക്രമണങ്ങളിൽ നിന്ന് പ്രതിരോധിക്കാനായി ഇന്ത്യ ഉപയോഗിച്ച സുദർശൻ ചക്ര എന്നറിയപ്പെടുന്ന വ്യോമയാന പ്രതിരോധ സംവിധാനത്തിന്റെ പേരെന്താ? ഓപ്പറേഷൻ സിന്ദൂറിൽ പാകിസ്ഥാനിൽ നിന്നുള്ള ഡ്രോൺ മിസൈൽ ആക്രമണങ്ങളിൽ നിന്ന് പ്രതിരോധിക്കാനായിട്ട് ഇന്ത്യ ഉപയോഗിച്ച സുദർശൻ ചക്ര എന്നറിയപ്പെടുന്ന വ്യോമയാന പ്രതിരോധ സംവിധാനത്തിന്റെ പേരാണ് S-400 ട്രയംഫ് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ശുദ്ധജലത്തിലേക്ക് ഏതാനും തുള്ളി വിനാഗിരി ഒഴിച്ചാൽ ആ ലായനിയുടെ pH മൂല്യം എന്താവും? ആ ലായനിയുടെ pH മൂല്യം കുറയും. വിനാഗിരി എന്നുള്ളത് അസറ്റിക് ആസിഡ് അല്ലേ? അപ്പോൾ വിനാഗിരി ഒഴിച്ചു കഴിഞ്ഞാൽ ആ ലായനിയുടെ മൂല്യം കുറയുന്നു, pH മൂല്യം കുറയുന്നു. ആറ്റോമിക സംഖ്യ 20 ഉള്ള മൂലകം ആവർത്തന പട്ടികയിൽ ഏത് ബ്ലോക്കിലാണ് പെടുന്നത്? ആറ്റോമിക സംഖ്യ 20 ഉള്ള മൂലകം ആവർത്തന പട്ടികയിൽ എസ് ബ്ലോക്കിലാണ് ഉൾപ്പെടുന്നത് കേട്ടോ. ഏതാണ്? എസ് ബ്ലോക്കിലാണ് ഉൾപ്പെടുന്നത്. ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ് പിന്നീട് എടുക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, താഴെ പറയുന്നവയിൽ ഏത് ആസിഡാണ് സ്വർണ്ണാഭരണങ്ങൾ ശുദ്ധീകരിക്കാൻ ഉപയോഗിക്കുന്നത്? സ്വർണ്ണാഭരണങ്ങൾ ശുദ്ധീകരിക്കാൻ ഉപയോഗിക്കുന്നത് ഏതാണ്? നൈട്രിക് ആസിഡ് കേട്ടോ. നൈട്രിക് ആസിഡ് ആണ് സ്വർണ്ണാഭരണങ്ങൾ ശുദ്ധീകരിക്കാൻ ഉപയോഗിക്കുന്നത്. നൈട്രിക് ആസിഡ് ആണ്. 2024 രസതന്ത്രത്തിനുള്ള നോബൽ സമ്മാനം ഡേവിഡ് ബേക്കറിന് ലഭിച്ചത് എന്തിനാണ്? 2024 രസതന്ത്രത്തിനുള്ള നോബൽ സമ്മാനം ഡേവിഡ് ബേക്കറിന് ലഭിച്ചത് കമ്പ്യൂട്ടേഷണൽ പ്രോട്ടീൻ ഡിസൈനിങ്ങിനാണ്. 2024 രസതന്ത്രത്തിനുള്ള നോബൽ സമ്മാനം ഡേവിഡ് ബേക്കറിന് ലഭിച്ചത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്നവയിൽ അനുഷ്ഠാന കല അല്ലാത്തത് ഏതാണെന്ന്? അനുഷ്ഠാന കല അല്ലാത്തത് ഓപ്ഷൻ വായിക്കുക. തെയ്യം, പടയണി, മുടിയേറ്റ് ആൻഡ് കൂടിയാട്ടം. തെയ്യം, പടയണി, മുടിയേറ്റ് ആൻഡ് കൂടിയാട്ടം കേട്ടോ. ഇതിൽ ഏതാണ് ആൻസർ വരുന്നത്? കൂടിയാട്ടം അനുഷ്ഠാന കലയല്ല, ബാക്കി മൂന്നും അനുഷ്ഠാന കലയാണ്. തെയ്യം, മുടിയേറ്റ്, പടയണിയൊക്കെ അനുഷ്ഠാന കലയാണ്. കേരള സ്പോർട്സ് കൗൺസിലിന്റെ ആദ്യത്തെ പ്രസിഡന്റ് ആരായിരുന്നു? കേരള സ്പോർട്സ് കൗൺസിലിന്റെ ആദ്യത്തെ പ്രസിഡന്റ് GV രാജ കേട്ടോ. കേരള സ്പോർട്സ് കൗൺസിലിന്റെ ആദ്യത്തെ പ്രസിഡന്റ് GV രാജയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, തിക്കോടിയൻ എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്ന സാഹിത്യകാരൻ ആരാ? തിക്കോടിയൻ എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്ന സാഹിത്യകാരൻ കുഞ്ഞനന്ദൻ നായർ കേട്ടോ. തിക്കോടിയൻ എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്ന സാഹിത്യകാരനാണ് കുഞ്ഞനന്ദൻ നായരാണ്. നെക്സ്റ്റ് ഒരു വരികളാണ്, താഴിതു മാമക ഹൃദയം വീണിതു ചേരട്ടെ നിൻ തൃച്ചേവടിയിൽ. ഈ വരികളുടെ കർത്താവ്, കൃതി എന്നിവ സംബന്ധിച്ച് താഴെ തന്നിരിക്കുന്നതിന്റെ ശരി ഉത്തരം തിരഞ്ഞെടുത്തെഴുതുക. ഇതാരുടെ വരികളാ? താഴിതു മാമക ഹൃദയം വീണിതു ചേരട്ടെ നിൻ തൃച്ചേവടിയിൽ. ഇത് സുഗതകുമാരിയുടെ വരികളാണ്. ഏത് കൃതിയാ? ഇരുൾ ചിറകുകൾ എന്ന കൃതിയിലെ സുഗതകുമാരിയുടെ വരികളാണിത്. ഇരുൾ ചിറകുകൾ എന്ന കൃതിയിലെ സുഗതകുമാരിയുടെ വരികളാണിത്. താഴിതു മാമക ഹൃദയം വീണിതു ചേരട്ടെ നിൻ തൃച്ചേവടിയിൽ. കേരള സംഗീത നാടക അക്കാദമിയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ്? കേരള സംഗീത നാടക അക്കാദമിയുടെ ഇപ്പോഴത്തെ ചെയർമാന് മട്ടന്നൂർ ശങ്കരൻകുട്ടിമാരാണ്. മട്ടന്നൂർ ശങ്കരൻകുട്ടിയാണ് കേരള സംഗീത നാടക അക്കാദമിയുടെ ഇപ്പോഴത്തെ ചെയർമാന്. 77ാമത് കാൻ ചലച്ചിത്രമേളയിലെ ഗ്രാൻഡ് പ്രീ അവാർഡ് നേടിയ ഓൾ വി ഇമാജിനാസ് ലൈറ്റ് എന്ന ചിത്രത്തിന്റെ സംവിധായകനാണ് ആരാ സംവിധായകൻ? അത് പായൽ കപാഡിയ. 77ാമത് കാൻ ചലച്ചിത്രമേളയിൽ ഗ്രാൻഡ് പ്രീ അവാർഡ് നേടിയ ഓൾ വി ഇമാജിനാസ് ലൈറ്റ് എന്ന ചലച്ചിത്രത്തിന്റെ സംവിധായകനാണ് പായൽ കപാഡിയ. 2023 സരസ്വതി സമ്മാൻ പുരസ്കാരത്തിന് അർഹമായ രൗദ്ര സാത്വികത്തിന്റെ കർത്താവാണ്. 2023 സരസ്വതി സമ്മാൻ പുരസ്കാരത്തിന് അർഹമായ രൗദ്ര സാത്വികത്തിന്റെ കർത്താവാണ് പ്രഭാവർമ്മ. ആരാണ്? പ്രഭാവർമ്മയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡാഷിന് ഉദാഹരണമാണ് ആന്റിവൈറസ് സോഫ്റ്റ്വെയർ. ആന്റിവൈറസ് സോഫ്റ്റ്വെയർ എന്തിന് ഉദാഹരണമാണ്? യൂട്ടിലിറ്റി സോഫ്റ്റ്വെയറിന് ഉദാഹരണമാണ് ആന്റിവൈറസ് സോഫ്റ്റ്വെയർ കേട്ടോ. യൂട്ടിലിറ്റി സോഫ്റ്റ്വെയറിന് ഉദാഹരണമാണ് ആന്റിവൈറസ് സോഫ്റ്റ്വെയർ. യൂട്ടിലിറ്റി സോഫ്റ്റ്വെയറിന് ഉദാഹരണമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, HDMIയുടെ പൂർണ്ണരൂപം എന്താണ്? HDMIയുടെ പൂർണ്ണരൂപമാണ് ഹൈ ഡെഫിനിഷൻ മൾട്ടിമീഡിയ ഇന്റർഫേസ്. ഹൈ ഡെഫിനിഷൻ മൾട്ടിമീഡിയ ഇന്റർഫേസ് ആണ്. HDMIയുടെ പൂർണ്ണരൂപം എന്താണ്? ഹൈ ഡെഫിനിഷൻ മൾട്ടിമീഡിയ ഇന്റർഫേസ് കേട്ടോ. ഹൈ ഡെഫിനിഷൻ മൾട്ടിമീഡിയ ഇന്റർഫേസ് ആണ് HDMIയുടെ പൂർണ്ണരൂപം.
ജിംബിൽ ഒരു അനിമേഷൻ സേവ് ചെയ്യാൻ അതിനെ ഡാഷ് ഫോർമാറ്റിൽ സേവ് ചെയ്യണം. ജിംബിൽ ഒരു അനിമേഷനെ സേവ് ചെയ്യാൻ അതിനെ ഏത് ഫോർമാറ്റിലാണ് സേവ് ചെയ്യേണ്ടത്? GIF ഫോർമാറ്റിൽ കേട്ടോ. ജിഫിലാണ് സേവ് ചെയ്യേണ്ടത്. GIF ഫോർമാറ്റിലാണ് സേവ് ചെയ്യേണ്ടത്. താഴെ പറയുന്നവയിൽ വെബ് ബ്രൗസർ അല്ലാത്തത് ഏതാണെന്ന്? വെബ് ബ്രൗസർ അല്ലാത്തത് ഓപ്ഷൻ വായിക്കാം. മോസില്ല ഫയർഫോക്സ്, ഡക്ക് ഡക്ക് ഗോ, ഗൂഗിൾ, ഡോൾഫിൻ. ഇതിലേതാണ് വെബ് ബ്രൗസർ അല്ലാത്തത്? ആൻസർ ഗൂഗിൾ ആണ്. ഗൂഗിൾ വെബ് ബ്രൗസർ അല്ല, ബാക്കിയെല്ലാം വെബ് ബ്രൗസർ ആണ്. മോസില്ല ഫയർഫോക്സ്, ഡക്ക് ഡക്ക് ഗോ, ഡോൾഫിൻ ഒക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, സ്മാർട്ട് ഹോം ഉപകരണങ്ങളെ ബന്ധിപ്പിക്കാനും നിയന്ത്രിക്കാനും മൊബൈൽ ഉപകരണങ്ങളെ പ്രാപ്തമാക്കുന്ന സാങ്കേതിക വിദ്യ ഏതാണെന്ന്? അത് ഇന്റർനെറ്റ് ഓഫ് തിങ്സ് ആണ്. സ്മാർട്ട് ഹോം ഉപകരണങ്ങളെ ബന്ധിപ്പിക്കാനും നിയന്ത്രിക്കാനും മൊബൈൽ ഉപകരണങ്ങളെ പ്രാപ്തമാക്കുന്ന സാങ്കേതിക വിദ്യയാണ് ഇന്റർനെറ്റ് ഓഫ് തിങ്സ് കേട്ടോ. ഇന്റർനെറ്റ് ഓഫ് തിങ്സ് ആണ്. വിവരാവകാശ നിയമത്തിലെ ഷെഡ്യൂളുകളുടെ എണ്ണം എത്രയാണ്? വിവരാവകാശ നിയമത്തിലെ ഷെഡ്യൂളുകളുടെ എണ്ണമാണ് 2 എണ്ണം കേട്ടോ. വിവരാവകാശ നിയമത്തിലെ ഷെഡ്യൂളുകൾ എത്ര എണ്ണമാണ്? 2 ഷെഡ്യൂളുകളാണ് ഉള്ളത്. ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 എത്ര വകുപ്പുകളാണുള്ളത്? ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 107 വകുപ്പുകളാണുള്ളത് കേട്ടോ. എത്രയാണ്? 107 വകുപ്പുകളാണുള്ളത്. ഗാർഹിക പീഡന നിരോധന നിയമം പാസാക്കിയത് എന്നാണ്? ഗാർഹിക പീഡന നിരോധന നിയമം പാസാക്കിയത് 2005 സെപ്റ്റംബർ 13-നാണ്. 2005 സെപ്റ്റംബർ 13 കേട്ടോ. സെപ്റ്റംബർ 13-നാണ് ഗാർഹിക പീഡന നിരോധന നിയമം പാസാക്കിയത്. പോക്സോ കേസ് ഫയൽ ചെയ്യുന്നതിനുള്ള സമയപരിധി എത്രയാണ്? പോക്സോ കേസ് ഫയൽ ചെയ്യുന്നതിന് സമയപരിധി ഇല്ല. പോക്സോ കേസ് ഫയൽ ചെയ്യുന്നതിന് സമയപരിധി ഇല്ല. കേരളത്തിലെ ആദ്യത്തെ സ്പോർട്സ് കേന്ദ്രം എവിടെയാണ് സ്ഥാപിച്ചിരിക്കുന്നത്? കേരളത്തിലെ ആദ്യത്തെ സ്പോർട്സ് കേന്ദ്രം സ്ഥാപിച്ചിരിക്കുന്നത് തലശ്ശേരിയിലാണ് കേട്ടോ. എവിടെയാണ്? കേരളത്തിലെ ആദ്യത്തെ സ്പോർട്സ് കേന്ദ്രം സ്ഥാപിച്ചിരിക്കുന്നത് തലശ്ശേരിയിലാണ്. 2024 ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാര ജേതാവാരാണ്? അത് മിഥുൻ ചക്രവർത്തിയാണ്. 2024 ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാര ജേതാവ് മിഥുൻ ചക്രവർത്തിയാണ്. 2025 ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാര ജേതാവ് അത് മോഹൻലാൽ, നടൻ മോഹൻലാലാണ്. 2025 ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാര ജേതാവ്. 2024 മിഥുൻ ചക്രവർത്തിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് ഏത് വർഷമാണ്? 1993 ഒക്ടോബർ 12-നാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് ഏത് വർഷമാണ്? 1993 ഒക്ടോബർ 12 കേട്ടോ. ഒക്ടോബർ 1993 ഒക്ടോബർ 12-നാണ് മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത്. 1993 ഒക്ടോബർ 12-നാണ്. ഓക്കെ, ഇത്രയാണ് GK ക്വസ്റ്റ്യൻസ് ഉള്ളത് ഈ ക്വസ്റ്റ്യൻ പേപ്പറിലെ. നെക്സ്റ്റ് മലയാളവും ഇംഗ്ലീഷും സെപ്പറേറ്റ് ആയിട്ട് ചെയ്യാം. താങ്ക്